എങ്കിലും പറഞ്ഞ് അവന്റെ ചെവിയിലെത്തിയാൽ അവൻ എന്തെങ്കിലും അവ്യയം കാണിച്ചെന്ന് വരും. എനിക്കോ പേടിയുണ്ട് അച്ചു. അതുണ്ടാകാതിരിക്കണമെങ്കിൽ ഞാൻ ഇക്കാര്യം പീറ്ററോട് പറഞ്ഞ് അവന്റെ സമ്മതം വാങ്ങുന്നവരെ നീയും ജോണിയും തമ്മിൽ കാണുകയോ സംസാരിക്കുകയോ ചെയ്യരുത്. അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ശരി അച്ചു. എന്നാ നീ പറ്റും. അല്ല, എന്താ പണങ്ങി പോകുന്നു? എന്ത് ഇന്ത്യയിലെ ഞാനേ കയ്യിൽ നിന്ന് വിടുക. ഓഹോ, അപ്പൊ നാക്കുണ്ടല്ലേ? നമ്മുടെ വിവാഹം തീരുമാനിക്കുന്നവരെ ഇനി തമ്മിൽ കാണുകയോ സംസാരിക്കുകയോ ചെയ്യരുതെന്നാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. അത് വകുപ്പ് 144 നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം പറഞ്ഞത്. ചേട്ടനോട് പറഞ്ഞിട്ടുടനെ നമ്മുടെ വിവാഹം അദ്ദേഹം നടത്തി തരാമെന്ന് പറഞ്ഞു. അതുവരെ ഞാൻ നിന്നെ എങ്ങനെ കാണാതിരിക്കും? നല്ല പ്രായത്തോളം ഭൂമിയിൽ ജീവിപ്പാനായി അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നാണ് ദൈവപ്രമാണം. ചൊല്ലുവിളി പഠിപ്പിച്ച കൂട്ടത്തിൽ എത്തപ്പാൻ മകനെ അത് പഠിപ്പിച്ചില്ല. അതിലിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ മുതലാളി? എന്നെ പോലെ ശവപ്പെട്ടി പണിക്കാരനാകരുന്ന് വിചാരിച്ചിട്ടാ ഞാൻ അവനെ BA വരെ പഠിപ്പിച്ചു. പക്ഷെ അതിപ്പോ നാട്ടുകാർക്കും വീട്ടുകാർക്കും തലവേദനയായിട്ടാ വന്നിരിക്കുന്നത്. അവൻ അങ്ങനെ ഒരു കൊള്ളരുതാത്തൊന്നുമല്ല. താൻ വേണ്ട പോലെ ഒന്ന് വിളിച്ച് ഉപദേശിച്ചാൽ അവന് നേർവഴിക്ക് കൊണ്ടുവരാം. എവിടുന്ന്? അടയ്ക്കാവുമ്പോ മടി വെക്കാം, അടയ്ക്കാൻ വരെ മടി വെക്കാൻ ഒക്കുവോ? അതൊന്നുമല്ല എസ്തപ്പാനെ കാര്യം. ആ പെണ്ണവിടെ ഉള്ളത് കൊണ്ടാ അവനെ വിട്ടത്. ഇല്ലാവചനം പറയാതെ ഉണ്ണി. മുതലാളി എത്തറിയുന്നു. പീറ്ററും അശ്വതും തമ്മിൽ വലിയ ലോകത്തിലാ. അവർ രജിസ്റ്റർ വിവാഹം ചെയ്യണമെന്ന് പറഞ്ഞ് നടക്കുക. ഞാൻ അവനോടൊന്ന് ചോദിക്കട്ടെ മുതലാളി. സംഗതി സത്യമാണെങ്കിൽ അവന്റെ കഴുത്തി ഞാനൊന്ന് വീതുളിക്കരിഞ്ഞത്. എടാ എസ്തപ്പാനെ, വീട്ടിൽ പോയി ബഹളമൊന്നും ഉണ്ടാക്കരുത്. സമാധാനമായിട്ട് അവനെ പറഞ്ഞു തിരുത്തണം. അതാണ് ക്രിസ്തീയ രൂപി. തെമ്മാടിത്തരം കാണിച്ചാ പിന്നെ എന്നാ രൂപയാ മുതലാളി? ഒന്നുകിൽ അവൻ എന്റെ മകനായിട്ട് ജീവിക്കും, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരുത്തനും ഇല്ല എന്ന് വിചാരിച്ചു. നീ എന്നാ ചോറുണ്ടാത്തത്? ഓ, എനിക്ക് മതിയം. എടാ, ഈ വെയിലും കൊണ്ട് കറങ്ങി നടക്കാതെ നേരത്തിനും കാലത്തിനും വീട്ടിൽ വന്ന് വല്ലതും വയർ നിറച്ച് കഴിക്കും. ഇത് എന്നാ കൂട്ടാ? അവൻ ചോറുണ്ടോ? ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞിട്ട് അവൻ ഉണ്ടാ മതി. എഴുന്നേക്കടാ. എന്താ നീ ആ നായർ പെണ്ണെ കെട്ടാൻ പോവാ? ചോദിച്ചത് കേട്ടില്ലേ? കെട്ടാൻ പോവാണോ എന്ന്? അശ്വതി എന്താ സ്ത്രീയല്ലേ? അതടി കരിയ. എല്ലാത്തിനും ഞാൻ കൊല്ലും. എടാ, നീ ആ പെണ്ണെ കെട്ടിക്കൊണ്ട് ഇവിടെ വന്ന അന്ന് ഞാൻ ഈ വീടിന് തീ വെക്കും. ചേട്ടാ, ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് DYSP ആയിട്ട് ചേട്ടൻ പ്രൊമോഷൻ കിട്ടിയത്. അതിന്റെ ഉപകാര സ്മരണയ്ക്ക് ഒരു പാട്ട് കുർബാന ചൊല്ലിക്കണം. അമ്മയ്ക്ക് വിശേഷമൊന്നുമില്ലല്ലോ. സൗകര്യപ്പെട്ടാൽ ഞാൻ അടുത്ത ആഴ്ച വരാം. നിർത്തട്ടെ? എന്താ അച്ഛൻ ചേട്ടനോട് എന്റെ കാര്യം പറഞ്ഞോന്നറിയാൻ വന്നതാ. അവനിവിടെ വന്നിരുന്നു. പക്ഷേ ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ തരപ്പെട്ടില്ല. അച്ഛൻ കപ്പ്യാരെ വിട്ടൊന്ന് വിളിപ്പിച്ച് സംസാരിച്ചാൽ? നീ അങ്ങനെ തിടുക്കപ്പെട്ടുകൊണ്ടൊന്നും കാര്യമില്ല. പ്രത്യേകിച്ചും പീറ്ററിന്റെ കാര്യത്തിൽ നേരവും പ്രകൃതവും ഒക്കെ നോക്കി പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ വിപരീത ഫലമുണ്ടായെന്ന് വരും. അത് ശരിയാണ് അച്ചു. ഏതായാലും ഈ വസ്തുവിന്റെ പ്രശ്നം ഒന്ന് കഴിയട്ടെ. അപ്പൊ അവനൊന്ന് തണുക്കും. എന്നിട്ട് ഞാൻ അവനോട് ഈ കാര്യം പറയാം. എന്താ? അത് മതി അച്ചു.
നീ ഇവിടെ അച്ഛനെ ഒന്ന് കാണാൻ വന്നതാ. എന്തിന്? എന്തിനാണ് ചോദിച്ചത്? കുമ്പസാരിക്കാൻ. പള്ളിമേടയിൽ വെച്ചാണ് അവിടെ കുമ്പസാരിക്കുന്നത്. എടീ, നിന്നെ വീട്ടിൽ നിന്ന് അയക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകാനാണ്. പഠിത്തം കഴിഞ്ഞാൽ നേരെ വീട്ടിൽ പോയിക്കണം. മനസ്സിലായോ? പോ. അപ്പോ അച്ഛൻ ചേട്ടനോട് ഇതുവരെ ഇക്കാര്യം പറഞ്ഞില്ല അല്ലേ? ഇല്ല. എനിക്ക് നീട്ടിക്കൊണ്ടു പോകുന്നത് ശരിയല്ല. ഞാൻ ഇന്ന് തന്നെ അച്ഛനോട് സംസാരിക്കും. അച്ഛൻ സമ്മതിക്കുമോ? സമ്മതിക്കുമെന്നാണ് എന്റെ വിശ്വാസം. അല്ലെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോരും. നീ എന്റെ കൂടെ വരും. ജോൺ എവിടേക്ക് വിളിച്ചാലും ഞാൻ വരാം. എങ്കിൽ ആലിസ് വീട്ടിലേക്ക് വയ്ക്കുള്ളൂ. നമ്മുടെ വിവാഹം തീരുമാനിച്ചതിന് ശേഷമേ നാളെ ഞാൻ നിന്നെ കാണും. കൊള്ളാം. ഉളുമ്പമ്പിൽ തന്നെയാണല്ലോ കയറി പിടിച്ചിരിക്കുന്നത്. എടി പെണ്ണേ, അവനെ ചാക്കോ മുതലാളിയുടെ മകനാ. എനിക്കറിയാം. ഓഹോ, അപ്പൊ അറിഞ്ഞുകൊണ്ട് ആരംഭിച്ച കൃഷിയാണല്ലേ ഇത്. കൊയ്യാൻ ഞാനോട് സഹായിക്കാം. എനിക്ക് ആരുടെയും സഹായം വേണ്ട. ഇത് ശവപ്പെട്ടി. നീ അങ്ങനെ അങ്ങ് പോയാലോ? കയ്യിന്ന് വിട്. വിടാൻ. നീ പൊയ്ക്കോ. ഇതുപോലെ പല ഉണ്ണിയാർച്ചമാരെയും കണ്ടവനാടി ഈ ഉണ്ണി. ആലീസിനെ വിവാഹം കഴിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. അച്ചായൻ അത് നടത്തി തരണം. പീറ്ററിന്റെ പെങ്ങളാണ് ആലീസ് എന്നൊരു മനപ്രയാസമേ എനിക്കുള്ളൂ. പക്ഷെ സാരമില്ല. ഒരുപക്ഷെ ഈ വിവാഹം കൊണ്ട് അവന് നല്ല ബുദ്ധി ഉണ്ടായെന്ന് വരും. അച്ചായ, എനിക്ക് അപ്പനില്ലാത്ത ദുഃഖം പരിഹരിച്ചത് അവിടെ നിന്നാണ്. ഇപ്പൊ എനിക്ക് അപ്പം മാത്രമല്ല, ദൈവം കൂടി അവിടെ നിന്നാണ്. മോനെ, നിന്റെ മനസ്സിനിണങ്ങിയ ഒരു പെൺകുട്ടിയെ നീ തിരഞ്ഞെടുത്തു. അത് നടത്തി തരേണ്ടത് എന്റെ കടമയാണടാ. അച്ചായ, ഇനി ഞാൻ എന്റെ ഒരു ആഗ്രഹം പറയട്ടെ. എന്താണ് അച്ചായ? നമ്മളും ഉണ്ണിയും ചേർന്നാണ് റബ്ബർ ഫാക്ടറി തുടങ്ങാൻ പോകുന്നത്. നീയും ജപ്പാനിൽ പോയി ഒരു 3 മാസത്തെ പരിശീലനം കഴിച്ചു വന്ന ശേഷം അതിന്റെ ചുമതല ഏറ്റെടുക്കണം. നിനക്ക് വിസമ്മതമില്ലെങ്കിൽ നീ പോയി വന്നതിന് ശേഷം വിവാഹം നടത്തിയാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മതി അച്ചായ. നീ മാത്രമായിട്ടൊരു തീരുമാനം എടുക്കണ്ട. ആലീസിനോട് കൂടെ ചോദിച്ചോളൂ. അവൾക്കും അത് സന്തോഷമായിരിക്കും. എങ്കിൽ ഉടനെ നിന്റെ യാത്രയ്ക്ക് ഏർപ്പാട് ചെയ്യാം. ശരി അച്ഛാ. മോനെ, എന്റെ മോൻ വിവാഹം കഴിക്കുമ്പോ അവനൊരു പദവിയിൽ ഇരിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. അച്ഛാ.